വാർത്തകളിലേക്ക് വിശദമായി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് EDയുടെ നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, CM രവീന്ദ്രന് നോട്ടീസ് നൽകിയിരിക്കുന്നു, എന്തൊക്കെ വിശദാംശങ്ങൾ? ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനോട് ഈ മാസം 27-ന് ഹാജരാകാനാണ് ED നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ രാവിലെ 11-ന് ഹാജരാകാൻ ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചാറ്റുകൾ പുറത്തു വന്നതോടെയാണ് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ED ഒരുങ്ങുന്നത്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എന്നിവർ സ്വപ്ന സുരേഷിന് അയച്ചതായി അവകാശപ്പെടുന്ന കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് ഈ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന ഈ സമയത്താണ് ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരുന്നത്. ഈ EDയുടെ കസ്റ്റഡിയിലുള്ള ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളിൽ CM രവീന്ദ്രനെ പറ്റി പരാമർശമുണ്ടായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുടെ ധാരണാപത്രം എങ്ങനെയാവണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതും രവീന്ദ്രനെ CM രവീന്ദ്രനെ ബന്ധപ്പെടണമെന്ന നിർദ്ദേശവുമാണ് ഈ ശിവശങ്കറിന്റേതായി പ്രചരിച്ച ചാറ്റിലുണ്ടായിരുന്നത്. പ്രളയത്തിന് ധനസഹായം ചോദിക്കുന്നതും ഈ സ്വപ്നയുടെ സ്വകാര്യ വിവരങ്ങൾ അന്വേഷിക്കുന്നതുമാണ് രവീന്ദ്രന്റെ പേരിൽ പ്രചരിക്കുന്ന ചാറ്റിലുണ്ടായിരുന്നത്. അതോടൊപ്പം ഈ മുൻപ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കടത്തുമായി ഉൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് CM രവീന്ദ്രനെ 2 തവണ ഈ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും ഈ CM രവീന്ദ്രന് കുരുക്കുമുറുക്കുന്നു. അത് ഏത് രീതിയിലേക്കായിരിക്കും ഇനി EDയുടെ തുടർ നീക്കങ്ങൾ എന്നതും ഏറെ സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ യൂണിറ്റ് ആക്ടിന്, അതായത് ഈ ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം നീങ്ങുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ടോ, ശിവശങ്കറിനും അതോടൊപ്പം CM രവീന്ദ്രനും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെയാണ് ED പരിശോധിക്കുന്നത്. കാരണം ഈ കരാർ, ഈ ലൈഫ് മിഷൻ കരാർ യൂണിറ്റ് ആക്ടിന് ലഭ്യമാകാൻ വഴിവിട്ട ഇടപെടലുകൾ നടന്നോ എന്നുൾപ്പെടെയുള്ള കാര്യം അവർ പരിശോധിക്കും. കാരണം നേരത്തെ ഈ ലൈഫ് മിഷൻ CEO UV ജോസിനെ ഒപ്പമിരുത്തി ശിവശങ്കറിനെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ശിവശങ്കറിനെതിരെ ചില മൊഴികൾ ഈ UV ജോസ് നൽകിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാരണം നാളെ M ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. നാളെ കോടതിയിൽ വീണ്ടും ഹാജരാക്കുമ്പോൾ ഇതുവരെയും ചോദ്യം ചെയ്ത വിവരങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ സമർപ്പിക്കുമായിരിക്കും കോടതിയിൽ. കൂടുതൽ ചോദ്യം ചെയ്യണമോ, ഈ ശിവശങ്കറിനെ കൂടുതൽ ചോദ്യം ചെയ്യണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദമായി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ കേസുമായി, കോഴക്കേസുമായി ബന്ധപ്പെട്ട, ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കുമുറുന്ന ഒരു സാഹചര്യത്തിലേക്ക് CM രവീന്ദ്രനിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ അതിന്റെ അടുത്ത ഘട്ടം ED ആരിലേക്കാണ് ഇതിന്റെ അന്വേഷണം നീങ്ങുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും കൗതുകമുള്ള വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് ടോം കുര്യാക്കോസ് റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായും കുരുക്കുമുറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടിൽ പരിശോധന വ്യാപകമാക്കി വിജിലൻസ്. വില്ലേജ് ഓഫീസ്, ഗുണഭോക്താക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തും. സംഘടിതമായ തട്ടിപ്പാണ് നടന്നതെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പരിശോധന വ്യാപകമാക്കാൻ വിജിലൻസിന്റെ തീരുമാനം. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാരിൽ നിന്നുൾപ്പെടെ പരാതി ലഭിച്ചിരുന്നു. വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസുകളിലും ഗുണഭോക്താക്കളുടെ വീടുകളിലും പരിശോധന നടത്തും. സംഘടിതമായ തട്ടിപ്പാണ് നടന്നതെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം പറഞ്ഞു. CMന്റെ ഓഫീസിൽ തന്നെ അവർ കുറച്ച് അപേക്ഷകൾ അവരുടെ അടുത്ത് വന്നപ്പോൾ വെരിഫൈ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം വന്നു. പിന്നെ കുറേ കംപ്ലയിൻസ് നമുക്ക് ഇങ്ങനത്തെ വിവിധ സോഴ്സുകളിൽ ഇന്റലിജൻസ് കളക്ട് ചെയ്തുണ്ടായി. അപ്പം ആദ്യം നമ്മൾ ഓർത്ത് ഇത് ലോക്കലൈസ്ഡ് ആയിരിക്കും. കുറച്ച് ജില്ലകളിലൊക്കെ ആദ്യം കൊല്ലത്താണ് നമുക്ക് കൂടുതൽ കംപ്ലയിൻസ് കിട്ടിയത്. പക്ഷെ നമ്മൾ എല്ലാ ജില്ലയിലും നോക്കിയിട്ട് കുറേ സ്ഥലത്ത് ഇത് ക്രമക്കേട് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു സ്റ്റേറ്റ് വൈഡ് സർപ്രൈസ് ഒക്കെ നടത്തി. വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി സ്വീകരിക്കും. അർഹതപ്പെട്ടവർക്കുള്ള സഹായം നഷ്ടമാകില്ലെന്നും റവന്യൂ മന്ത്രി. വിജിലൻസിന്റെ റിപ്പോർട്ട് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അക്കാര്യത്തെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ മറുപടി പറയാൻ പറ്റുള്ളൂ. ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്തതിന്റെ പേരിൽ അർഹരായ ഒരാൾക്കും ചികിത്സാ സഹായം നിഷേധിക്കാനും പോകുന്നില്ല. തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം വേണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇല്ലെങ്കിൽ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിന്റെ അവസ്ഥയാകും. കുട്ടികൾ കുടുക്കവരെ പൊട്ടിച്ചു നൽകിയ പണമാണ് അപഹരിക്കപ്പെട്ടതെന്നും VD സതീശൻ പറഞ്ഞു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്
രൂപീകരിച്ച് വ്യാപകമായി ഈ ഫയലുകൾ പരിശോധിച്ച് അന്വേഷണം നടത്തേണ്ട. പ്രളയ ഫണ്ട് തട്ടിപ്പിൽ നടന്നത് ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് തട്ടിപ്പിൽ നടക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു ജില്ലയിൽ ഏകദേശം 300 അപേക്ഷകളാണ് പരിശോധിക്കുന്നത്. തട്ടിപ്പിന്റെ പങ്കുപറ്റൽ രീതി എങ്ങനെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മാർഗനിർദ്ദേശം സർക്കാരിന് നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഉറച്ചു തന്നെയാണ് ഗവർണർ. ലോകായുക്ത ഭേദഗതി ഒഴികെയുള്ള വിവാദ ബില്ലുകളിൽ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമെങ്കിൽ ഒപ്പിടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. CNN ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഗവർണർ നിലപാട് വ്യക്തമാക്കിയത്. 4 മന്ത്രിമാരാണ് ഇന്ന് വൈകിട്ട് രാജ്ഭവനിലേക്ക് പോകുന്നത്. ഇതുവരെ ഒപ്പിടാത്ത 8 വിവാദ ബില്ലുകളിൽ ഗവർണറുടെ നിലപാട് ഇന്നറിയാം. ബില്ലിൽ തർക്കങ്ങളില്ലെന്നും സംശയങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം നൽകിയാൽ ഒപ്പിടുമെന്നുമാണ് ഗവർണർ നൽകുന്ന സന്ദേശം. ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിൽ ഗവർണർ നിലപാട് വ്യക്തമാക്കി. I am duty bound. I cannot do otherwise. There is no dispute, therefore no question of reconciliation. They have to satisfy me that these measures do not contradict the provisions of the Constitution and the spirit of those provisions and the laws. And I am open to discussion. എന്നാൽ ലോകായുക്ത ഭേദഗതി ബില്ലിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയും ഗവർണർ നൽകുന്നു. So they are coming tomorrow if they are able to satisfy me, because for instance they on the question of the Lokayukta, the government itself wants to sit in judgment. Nobody can be a judge in his own cause. If they are able to satisfy me, I will clear the bill. If they are not able to satisfy me. മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു, VN വാസവൻ, വി അബ്ദുറഹ്മാൻ എന്നിവർ ഗവർണറെ കാണും. മന്ത്രി ചിഞ്ചു റാണി നേരത്തെ ഗവർണറെ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിൽമയുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഗവർണർ ഒപ്പിട്ടേക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിശദീകരണം നൽകിയാലും സർവകലാശാല ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടേക്കില്ല. അത് രാഷ്ട്രപതിക്ക് അയക്കും എന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരെ ഗവർണർ അത്താഴവിരുന്നിനും ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ മേധാവി. സയ്യിദ് അക്തർ മിർസ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനാകും. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സയ്യിദ് അക്തർ പറഞ്ഞു. എന്നാൽ അതിന്റെ പേരിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. ജീവനക്കാരുമായും വിദ്യാർത്ഥികളുമായും നേരിട്ട് ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. About joining the KR Narayanan Institute, National Institute for Visual Arts and Science. I said yes because I know it is an institute that has a problem, and but I also felt we owe it to the institute and the students over there. They doesn't stop; it has to keep functioning. It's very important. We cannot have a and this size and this kind for it to not be helmed by people. It is important. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടറെ വൈകാതെ തെരഞ്ഞെടുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ പ്രയോഗം അന്വർത്ഥമാക്കാവുന്ന വിധത്തിൽ ദേശീയ അടിസ്ഥാനത്തിലൊക്കെയുള്ള ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് മാസ്റ്റേഴ്സ് ഇൻ റെസിഡൻസ് എന്നുള്ള രീതിയിൽ പ്രോഗ്രാം നടത്താമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയം. അപ്പോൾ അവരിവിടെ താമസിച്ച് കുട്ടികളോടൊപ്പം അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുകയും ഒരുമിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കാനുള്ള ശ്രമമാണ്. ഡയറക്ടറും ഏറ്റവും പെട്ടെന്ന് തന്നെ ആവും. സെർച്ച് കമ്മിറ്റി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി തുറന്ന കോടതിയിൽ ഇലക്ഷൻ സാമഗ്രികളുടെ പരിശോധന നടത്തി. കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ബാലറ്റ് പെട്ടി സീൽ പൊട്ടിച്ച് പരിശോധിച്ചു. പ്ലാസ്റ്റിക് കണ്ടെയ്നറും സീൽ പൊട്ടിച്ച് പരിശോധിച്ചു. ഹൈക്കോടതി രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ 15ഓളം ജീവനക്കാർ ചേർന്നാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ കോടതിയിൽ പരിശോധന നടത്തിയത്. കേസിലെ ഇരുവിഭാഗം അഭിഭാഷകരും കക്ഷികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനും പരിശോധനയിൽ പങ്കെടുത്തു. കേസ് ഹൈക്കോടതി വീണ്ടും അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കും. സുബി സുരേഷിന് വിട.
പ്രശസ്ത സിനിമ TV സീരിയൽ താരം സുബി സുരേഷ് ഇനി ദീപ്ത സ്മരണ. എറണാകുളം ചേരനെല്ലൂർ പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. കണ്ണുനീരോടെയാണ് പ്രിയ താരത്തിന് കലാകേരളം വിട നൽകിയത്. ന്യൂസ് 18 ക്യാമ്പയിൻ നൽകാം ജീവിതം. കരൾ രോഗബാധയെ തുടർന്ന് ചലച്ചിത്ര താരം സുബി സുരേഷ് മരിച്ചതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാണ് അവയവദാനവും അതിനു വേണ്ടിവരുന്ന സങ്കീർണ നടപടിക്രമങ്ങളും. അവയവം മാറ്റിവെക്കൽ വൈകിപ്പിക്കുന്നുവെന്നും രോഗിയുടെ മരണത്തിന് വരെ ഇടയാക്കുന്നുവെന്നുമാണ് വിമർശനം. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം വലിയ തോതിൽ കുറയുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2015 76 മരണാനന്തര അവയവദാനം നടന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ആകെ 9 പേർ മാത്രമാണ് മരണാനന്തര അവയവദാനം നടത്തിയത്. സംസ്ഥാനത്ത് പ്രതിവർഷം 650 മുതൽ 800 വരെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും ജീവിച്ചിരിക്കുന്നവർക്കിടയിലുള്ള അവയവ പങ്കുവയ്ക്കലാണ്. മസ്തിഷ്ക മരണത്തെ തുടർന്നുള്ള അവയവദാനം കുത്തനെ കുറഞ്ഞു. 2017 മുതലാണ് ഈ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയത്. 2015 76 2016 72 മരണാനന്തര അവയവദാനങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കുറഞ്ഞു തുടങ്ങി. 2021 ആയപ്പോഴേക്കും മരണാനന്തര അവയവദാനം 17 കഴിഞ്ഞ വർഷം അത് 9 കുറഞ്ഞു. അതേസമയം അവയവത്തിനായി കാത്തിരിക്കുന്നത് 4000-ഓളം പേരാണ്. ഇപ്പോഴും മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനം നടക്കുന്നത് വളരെ പാച്ചിയായിട്ട് വളരെ അപൂർവമായിട്ടുള്ള രോഗികൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളപ്പോൾ അവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് നടക്കുന്ന ഡൊണേഷനാണ്. എന്നാൽ അതേസമയം അത് ശരിയായ രീതിയിൽ നടക്കേണ്ടത് ഡോക്ടർമാര് തന്നെ ഒരു രോഗി മസ്തിഷ്ക മരണത്തിന് സാധ്യതയുണ്ടെന്ന് മസ്തിഷ്ക മരണത്തിലാണെന്ന് ഉള്ള ലക്ഷണങ്ങൾ കണ്ടാല് അതിനെ പ്രൊആക്റ്റീവായിട്ട് നമ്മളൊരു മുൻകൈ എടുത്ത് അതിന് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അതിനുശേഷം ബന്ധുക്കൾക്ക് രോഗിയുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വെന്റിലേറ്ററും എല്ലാം സ്റ്റോപ്പ് ചെയ്ത് മരണം സ്ഥിരീകരിച്ച് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഡൊണേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാനോ ഉള്ള 2 ഓപ്ഷൻസ് നൽകുകയും വേണം. ഈ സംരംഭം 2002 തൊട്ട് ഒരു നല്ല രീതിയിൽ നടന്നു വന്നിരുന്നതാണ്. നാച്ചുറലി എല്ലാ സിസ്റ്റത്തിലും പോലെ അലിഗേഷൻസ് വരും. ആ അലിഗേഷൻസിന് ഒരു കഴമ്പില്ലെന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം തെളിഞ്ഞതുമാണ്. പക്ഷേ നമ്മുടെ അതോറിറ്റീസ് ആ അലിഗേഷനെ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാത്തതും ഈ അവയവദാനത്തിന് ഒരു സംശയത്തിന് നിഴൽ സ്ഥിരമായിട്ട് നിർത്തുന്നതുമാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിൽ തന്നെ വൃക്ക ലഭിക്കാൻ കാത്തിരിക്കുന്നത് 2770 പേരാണ്. കരളിനായി 784 അപേക്ഷകളാണ് ഇപ്പോൾ ഉള്ളത്. ഇവ രണ്ടും ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് പകുത്തു നൽകാൻ കഴിയും. എന്നാൽ മരണശേഷം മാത്രം പങ്കുവയ്ക്കാൻ കഴിയുന്ന ഹൃദയത്തിനായി 63 അപേക്ഷകളും മൾട്ടി ഓർഗൻസിനായി 56 അപേക്ഷകളുമുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്ന് അവയവം സ്വീകരിക്കാൻ സർക്കാർ നിയമപരമായ ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിലും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുമുണ്ട്. ഓരോ ദിവസവും മരണം മുന്നിൽ കണ്ട് അവയവം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിതം തള്ളി നിൽക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവർക്കിടയിലാണ് നിയമത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു വില്ലനായി തുടരുന്നത്. ഇതോടൊപ്പം മരണാനന്തര അവയവദാനത്തിലെ കുറവുണ്ടാവാൻ കാരണമെന്തെന്ന് പരിഹരിക്കേണ്ടത് സർക്കാരുമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. SMA രോഗം ബാധിച്ച 1.5 വയസ്സുകാരൻ നിർവാണിന്റെ ചികിത്സ അടുത്ത മാസം തുടങ്ങാനായേക്കും. അമേരിക്കയിൽ നിന്ന് ഒരു അജ്ഞാതൻ 11 കോടി രൂപ സഹായം നൽകിയതാണ് വഴിത്തിരിവായത്. അമേരിക്കയിൽ നിന്ന് മരുന്നെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ജീവന്റെ വിലയുള്ള ഒരൊറ്റ ഇഞ്ചക്ഷൻ, അതിനുള്ള വിലയോ 17.5 കോടി. കുഞ്ഞു നിർവാണിന്റെ കളിച്ചിരികൾ മാഞ്ഞുപോകാതെ കാത്തത് 11 കോടി നൽകിയ ഒരു അജ്ഞാതനാണ്. പേര് പോലും പറയാതെ പോയ ആ അജ്ഞാതൻ ഓർമ്മിപ്പിക്കുന്നത് വിലമതിക്കാനാകാത്ത മനുഷ്യസ്നേഹമാണ്. പ്രതീക്ഷിക്കുന്നതുപോലെ കാര്യങ്ങൾ നടന്നാൽ ആ 1.5 വയസ്സുകാരൻ 1 മാസത്തിനുള്ളിൽ ചികിത്സ പൂർത്തിയാക്കി ജീവിതത്തിന്റെ ചടുലതകളിലേക്ക് മടങ്ങും. മരുന്ന് അമേരിക്കയിൽ നിന്ന് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മരുന്നെത്തിയാൽ മാർച്ച് 20-നും 30-നും ഇടയിൽ ചികിത്സ തുടങ്ങും. ഈ മരുന്നിന് വേണ്ടിയുള്ള ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചു. ഡോക്ടർ അതിന് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്തു തുടങ്ങുന്നുണ്ട്.
നട്ടെല്ലിനുള്ള ചികിത്സയ്ക്കിടെയാണ് SMA എന്ന ജനിതക രോഗം കുഞ്ഞിൽ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ ആരോഗ്യം സംബന്ധിച്ച വാർത്തകളും സമൂഹമാധ്യമങ്ങളിലെ ക്യാമ്പയിനും തുണയായി. മനുഷ്യസ്നേഹികളായ ഒട്ടേറെ പേർ സഹായമെത്തിച്ചു. അതിനിടെയാണ് 11,60,00,000 രൂപയ്ക്ക് തുല്യമായ $1.4 മില്യൺ ഒരാൾ നിർവാണിന്റെ സഹായനിധി അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലെന്ന് അദ്ദേഹം നിർവാണിന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നു. 100 രൂപ സഹായം നൽകിയാൽ പോലും പേരും വാർത്തയും അച്ചടിച്ചു വരാൻ മത്സരിക്കുന്നവരുടെ ഇടയിലാണ് ഈ അജ്ഞാതൻ വേറിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ നന്മ എന്ന് വിളിക്കണോ അതോ ദൈവമെന്ന് വിളിക്കണോ? കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. നന്മ വാർത്തകൾ ഇനിയുമുണ്ട്. 5 മണി വാർത്ത തുടർന്നു. കോൺഗ്രസ് നേതാവ് പവൻ ഖേരെ വിമാനത്തിൽ നിന്നും ഇറക്കിവിട്ടതിൽ 50ഓളം കോൺഗ്രസ് നേതാക്കൾ വിമാനം പുറപ്പെടാൻ അനുവദിക്കാതെ റൺവേയിൽ അപൂർവ പ്രതിഷേധം നടത്തി. പിന്നീട് പവൻ ഖേരെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് അസം പോലീസ് അറസ്റ്റ് ചെയ്തു. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ AICC യോഗത്തിനായി കോൺഗ്രസ് സംഘത്തോടൊപ്പം പോവുകയായിരുന്നു പവൻ ഖേര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതിന് പവൻ ഖേരയ്ക്കെതിരെ അസമിലെ ദിമ ഹസാവോ ജില്ലയിലെ ഹഫ്ലോങ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തയിടെ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അദാനി ഹിൻഡൻബർഗ് തർക്കത്തിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം ആവശ്യപ്പെട്ട് ഖേര നടത്തിയ പരാമർശത്തിൽ നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതായി BJP നേതാക്കൾ പരാതി നൽകിയിരുന്നു. AIDMK നേതൃത്വവുമായി ബന്ധപ്പെട്ട കേസുകളിൽ O. പനീർശെൽവത്തിന് തിരിച്ചടി. പാർട്ടിയുടെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി എടപ്പാടി പളനിസ്വാമിക്ക് തുടരാമെന്ന് മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചു. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ O. പനീർശെൽവം സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി, ഋഷികേഷ് റോയ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കഴിഞ്ഞ ജൂലൈ 11 നടന്ന പാർട്ടി ജനറൽ കൗൺസിൽ യോഗത്തിൽ എടപ്പാടി പളനിസ്വാമിയെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് O. പനീർശെൽവം കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ എടപ്പാടി പളനിസ്വാമിക്ക് അനുകൂലമായി മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതാണ് സുപ്രീം കോടതി ശരിവെച്ചത്. പുതിയ കോടതി വിധിയോടെ പാർട്ടി നേതൃത്വം പൂർണ്ണമായും എടപ്പാടി പളനിസ്വാമിയുടെ കൈകളിലായി. കോൺഗ്രസിന്റെ 85ാം പ്ലീനറി സമ്മേളനത്തിന് നാളെ റായ്പൂരിൽ തുടക്കമാകും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പ്രതിപക്ഷ സഖ്യരൂപീകരണം പ്രധാന ചർച്ചാ വിഷയമാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ മുന്നണി ഉണ്ടാക്കാൻ സംഘടനാപരവും രാഷ്ട്രീയപരവുമായ കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുകയാണ് കോൺഗ്രസിന് മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. നാളെ മുതൽ ഫെബ്രുവരി 26 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനം. റായ്പൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ സഖ്യരൂപീകരണം പ്രധാന ചർച്ചാ വിഷയമായിരിക്കുമെന്ന് നേതാക്കൾ പറയുന്നു. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിന് പുത്തനുണർവുണ്ടായെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഏകകക്ഷി മേൽക്കോയ്മയുടെ പൂർവ്വകാല പ്രതാപത്തിൽ നിന്ന് കോൺഗ്രസ് വർത്തമാന ഇന്ത്യൻ യാഥാർത്ഥ്യത്തിലേക്ക് പതിയെ ചുവടുവയ്ക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. റായ്പൂരിൽ നടക്കുന്ന പ്ലീനറി സമ്മേളനം ആ അർത്ഥത്തിൽ കോൺഗ്രസിനെ ആന്തരികമായി അഴിച്ചുപണിയുമെന്നാണ് പ്രതീക്ഷ. തുടർച്ചയായി ദീർഘകാലം ഇന്ത്യയിൽ ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായിട്ടും പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏറെ വിദൂരമായിരുന്നു. എന്നാൽ BJP നീക്കങ്ങൾ വിലയിരുത്തി വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം മുൻനിർത്തിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കോൺഗ്രസിന്റെ റായ്പൂർ പ്ലീനറി രൂപം നൽകുമെന്നതാണ് മതേതര സമൂഹം ഉറ്റുനോക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ മുന്നണിയുണ്ടാക്കാൻ സംഘടനാപരവും രാഷ്ട്രീയപരവുമായ കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കാൻ പ്ലീനറി സമ്മേളനത്തിന് കഴിഞ്ഞാൽ അത് വലിയ ചുവടുവയ്പ്പായിരിക്കും. പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്നത് സംബന്ധിച്ച തന്ത്രങ്ങളായിരിക്കും പ്ലീനറി സെഷനിൽ പ്രധാനം. തെരഞ്ഞെടുക്കപ്പെട്ട 1300 പ്രതിനിധികളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 487 പേരുമാണ് പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുക്കുക. ഇതിനു പുറമെ PCCകളിൽ അംഗങ്ങളായ 9915 പേരും PCCകളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 3000 പേരും ഉണ്ടാകും. കൈകോർക്കുക എന്നർത്ഥം വരുന്ന ഹാത്ത് ഹാത്ത് ജോഡോ എന്നതാണ് സമ്മേളന മുദ്രാവാക്യം. നാളെ ഉപസമിതികൾ ചേർന്ന് കരട് പ്രമേയങ്ങൾക്ക് അന്തിമ രൂപം നൽകും. അടുത്ത 2 ദിവസം സമ്മേളനത്തിൽ ഇവ ചർച്ച ചെയ്യും. 26 വൈകിട്ട് റാലിയുടെ സമ്മേളനത്തിന് സമാപനമാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പഞ്ചാബിലെ അമൃത്സറിൽ വാരിസ് പഞ്ചാബ് ദേ ഗ്രൂപ്പിന്റെ തലവനായ അമൃത്പാൽ സിംഗിന്റെ അനുയായികൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. അമൃത്പാൽ സിംഗിന്റെ അടുത്ത സഹായി ലവ്പ്രീത് തൂഫിന്റെ അറസ്റ്റിനെതിരെയായിരുന്നു
അജ്ഞാനയിലെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച്. പ്രതിഷേധക്കാരെ തടയാൻ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ബാരിക്കേഡുകളും പോലീസ് ഒരുക്കിയിരുന്നു. വാളുകളും തോക്കുകളുമായി എത്തിയ പ്രതിഷേധക്കാർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തകർത്തു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും കേസ് റദ്ദാക്കിയില്ല എങ്കിൽ തുടർന്ന് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ഭരണകൂടത്തിനായിരിക്കുമെന്നും അമർപാൽ സിംഗ് പറഞ്ഞു. സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ക്രമസമാധാന പാലനത്തിന് 5 ജില്ലകളിലെ ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മകന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് വിവേക് രാമസ്വാമിയുടെ മാതാപിതാക്കൾ ന്യൂസ് 18നോട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് മകൻ ഇക്കാര്യം അറിയിച്ചതെന്ന് പിതാവ് VG രാമസ്വാമി പറഞ്ഞു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞ ആളാണ് മകനെന്ന് വിവേകിന്റെ അമ്മ ഡോക്ടർ ഗീതയും പ്രതികരിച്ചു. Surprise, but he had from childhood. This was Vivek's ambition. എപ്പോഴും പറയും, but we took it casually. It happened. It's now reality. സ്വപ്നങ്ങളും അവ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനശ്രമവും കുട്ടിക്കാലം തൊട്ടേ നടത്തിയിരുന്നു മകൻ വിവേക് രാമസ്വാമി എന്ന രക്ഷിതാക്കൾ. മകന്റെ സ്ഥാനാർത്ഥിത്വം വളരെ വൈകിയാണ് അറിഞ്ഞത്. അത് ഞങ്ങൾ ആക്ച്വലി നാട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ഒരു 1.5-2 മാസമായിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് അറിയുമായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു വന്ന കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എയർപോർട്ടിൽ വന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന്. അത് ഞങ്ങൾക്ക് അതിശയമായിരുന്നു, അഭിമാനകരവും ആയിരുന്നു. പാലക്കാട്ടെ കുടുംബ വീട്ടിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്താറുണ്ട് VG രാമസ്വാമിയും ഡോക്ടർ ഗീത രാമസ്വാമിയും. വിവേക് വരാറുണ്ട്. അവൻ ഞങ്ങൾ ഹൈസ്കൂളിലും ഹാർവേഡിലും യേലിലും പഠിക്കുന്നവരേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിവാഹം 2015 വിവേകിന്റെ വിവാഹം നടന്നത്. അവർ കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിരുന്നു. അവർ നാട്ടിൽ വന്നിട്ട് അമ്പലങ്ങളിലൊക്കെ പോയി ഭാര്യയും കൂട്ടിക്കൊണ്ട്. ഞങ്ങൾ വന്നിരുന്നില്ല. പാരന്റ്സ് അവനും ഭാര്യയും മാത്രമേ വന്നിരുന്നുള്ളൂ. അപ്പോൾ അവര് വൈക്കം, ചോറ്റാനിക്കര, ഗുരുവായൂർ എന്നീ ക്ഷേത്രങ്ങളിലൊക്കെ പോയി. മകന്റെ ബിസിനസ് സംരംഭം ജനങ്ങളെ സഹായിക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. സയന്റിഫിക്കലി ഒരു പോസിബിലിറ്റി ഉള്ള മെഡിസിൻ ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവന്നാൽ ചിലർക്കെങ്കിലും ഉപകാരമാകുമല്ലോ എന്നിട്ടാണ് അവന്റെ വിചാരം. അതുകൊണ്ട് തന്നെയാണ് ആ കമ്പനി തുടങ്ങിയത്. Faster drug development to decrease the cost and bring good drugs to market. കോഴിക്കോട് RECയിലെ പഠനത്തിനു ശേഷം 1974 VG രാമസ്വാമി അമേരിക്കയിലെത്തുന്നത്. 1985 വിവേക് രാമസ്വാമിയുടെ ജനനം. കുട്ടിക്കാലം തൊട്ടേ പഠനത്തിൽ മികവ് തെളിയിച്ച വിവേക് രാമസ്വാമി നേതൃനിരയിലും തിളങ്ങി. ടെന്നീസിലും പിയാനോയിലുമൊക്കെ പ്രാഗൽഭ്യമുള്ള വിവേക് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മിന്നിത്തിളങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് നാളെ 1 വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ആണവ ഭീഷണി ഉയർത്തി വ്ളാദിമിർ പുടിൻ. രാജ്യത്തിന്റെ ആണവശക്തി വർദ്ധിപ്പിക്കുമെന്നും 3 സേനകളുടെയും ആണവശേഷി ഉയർത്തുമെന്നും പുടിൻ പറഞ്ഞു. അമേരിക്കയുമായുള്ള അണുവായുധ നിയന്ത്രണ കരാർ മരവിപ്പിച്ചതിനു പിന്നാലെയാണ് പുടിന്റെ ഈ പ്രഖ്യാപനം. ഒരു വർഷം പിന്നിട്ട യുദ്ധത്തിൽ ഇനിയും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ റഷ്യയ്ക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കഴിഞ്ഞിട്ടില്ല. എങ്കിലും യുക്രൈനിൽ യുദ്ധം തുടരുമെന്ന് യുദ്ധവാർഷിക തലേന്നും ഉറപ്പിച്ചു പറയുകയാണ് പുടിൻ. പ്രാദേശിക സംഘർഷത്തെ ആളിക്കത്തിച്ചത് അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളുമാണെന്നും കുറ്റപ്പെടുത്തൽ. നിലപാടിൽ മാറ്റം വരുത്താത്ത പുടിൻ ആണവ ഭീഷണി ആവർത്തിച്ചു. രാജ്യത്തിന്റെ ആണവശക്തി വർദ്ധിപ്പിക്കും. റഷ്യൻ സേനയുടെ കര, നാവിക, വ്യോമസേനകളുടെ ആണവശേഷി ഉയർത്തുമെന്നും പ്രഖ്യാപനം. В этом смысле сегодня при защите наших интересов, при защите наших людей, при защите нашей культуры, языка, территорий, весь наш народ является сегодня защитником Отечества. കഴിഞ്ഞ ദിവസം അമേരിക്കയുമായുള്ള ആണവായുധ നിയന്ത്രണ കരാറുകളിൽ ശേഷിക്കുന്ന ഏക ഉടമ്പടി പുടിൻ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. US-ഉമായുള്ള ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയിലെ റഷ്യൻ പങ്കാളിത്തമാണ് മരവിപ്പിച്ചത്. ബൈഡന്റെ കീവ് സന്ദർശനത്തിന് മറുപടിയായാണ് കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പുടിനെ നയിച്ചത്. വാർഷിക തലേന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി വാങ് യി മോസ്കോയിലെത്തി പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധത്തിൽ ചൈന റഷ്യയ്ക്ക് ആയുധ സഹായം നൽകുന്നെന്ന ആരോപണം ഇതോടെ അമേരിക്കയും നാറ്റോയും വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കുടിക്കാൻ വെള്ളമില്ലാതെ
5 മണി വാർത്തയിലേക്ക് വീണ്ടും. CPM-ന്റെ ജനകീയ പ്രതിരോധ ജാഥയിൽ നിന്ന് വിട്ടുനിന്ന LDF കൺവീനർ EP ജയരാജൻ. കണ്ണൂർ ജില്ലയിൽ ജാഥയുടെ സ്വീകരണ പരിപാടികളിൽ EP ജയരാജൻ പങ്കെടുത്തില്ല. ജയരാജൻ ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതല്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അസാന്നിധ്യം വാർത്തയായതോടെ ജാഥ ഇന്ന് വയനാട്ടിലേക്കാണെന്ന് EP ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും EP ജയരാജനും തമ്മിലുള്ള ഭിന്നതകൾ വീണ്ടും മറനീക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ ഇതുവരെ EP പങ്കെടുത്തില്ല. ഉദ്ഘാടനത്തിന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും EP ജയരാജൻ മാറി നിന്നത് അതൃപ്തി വ്യക്തമാക്കുന്നു. ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കുമ്പോൾ യോഗങ്ങളിലെവിടെയും EPയെ കാണാനായില്ല. EP-യുടെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: അദ്ദേഹത്തിന് ഒരു ജില്ലയൊന്നുമില്ല. എന്ത് ഇടതുപക്ഷ ജനാധിപത്യ കൺവീനർക്ക് എന്ത് ജില്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് ജില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ത് ജില്ല, അതൊന്നുമില്ല. EP ജയരാജനുമായി ഒരു പ്രശ്നവും നിലവിലില്ലെന്നും MV ഗോവിന്ദൻ. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വഹിച്ചത് EP ജയരാജനായിരുന്നു കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പ്. അദ്ദേഹം കുറച്ചു കാലം ചികിത്സയിലായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞ കാര്യമാണല്ലോ. പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോഴും ജാഥയിൽ താൻ അംഗമല്ലെന്നാണ് EP ജയരാജൻ അടുപ്പക്കാരോട് വ്യക്തമാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയായി ജൂനിയറായ MV ഗോവിന്ദനെ തെരഞ്ഞെടുത്തത് മുതൽ EP ജയരാജൻ അസ്വസ്ഥനാണ്. ആയുർവേദ റിസോർട്ട് വിവാദത്തോടെ ഭിന്നത രൂക്ഷമായെങ്കിലും പിന്നീട് EPയെ നേതൃത്വം മയപ്പെടുത്തിയിരുന്നു. ജാഥയിലെ അസാന്നിധ്യം വിവാദമായതോടെ ഇനി EP പരിപാടികളിൽ എത്തുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. സമസ്തയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഹക്കീം ഫൈസി അതിർശ്ശേരിയുടെ രാജിക്കത്ത്. സാദിഖ് അലി തങ്ങളെ സമ്മർദ്ദത്തിലാക്കിയെന്നും തനിക്കെതിരെയുള്ള നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ചുവടുമാറ്റം ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളുണ്ടെന്നും ഹക്കീം ഫൈസി കുറ്റപ്പെടുത്തുന്നു. വിവാദത്തിൽ മാർച്ച് 1 നടക്കുന്ന സുന്നി സമ്മേളനത്തിലൂടെ വിശദീകരണത്തിനൊരുങ്ങുകയാണ് സമസ്ത. കുടിക്കാൻ തുള്ളിയില്ലാതെ കൊച്ചി. കൊച്ചിയിലെ കുടിവെള്ള പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് നാട്ടുകാർ. നേരത്തെയുള്ള ശുദ്ധജലക്ഷാമത്തിന് പുറമെ പമ്പ് ഹൗസിലെ മോട്ടോറുകൾ കേടായതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ടാങ്കർ ലോറി വഴിയുള്ള കുടിവെള്ള വിതരണവും എങ്ങും എത്തുന്നില്ല. മരട്, ചെല്ലാനം, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി തുടങ്ങിയ മേഖലകളിൽ ഇതൊരു പുതിയ കാഴ്ചയല്ല. എങ്കിലും മുൻപെങ്ങുമില്ലാത്ത രൂക്ഷതയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പാഴൂർ പമ്പ് ഹൗസിലെ 2 മോട്ടോറുകൾ നന്നാക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അതുവരെ ഈ ദുരിതം തുടരും. ഇതാണ് ഇപ്പൊ ഈ വെള്ളം കിട്ടണോണ്ട് ഇപ്പൊ കഴിയണം. ഈ മോട്ടോർ കംപ്ലൈന്റ് ആയിട്ട് 1 മാസമായി. ഇപ്പോ 1 മാസമായി വെള്ളം കിട്ടാ. അപ്പൊ അത് ശരിക്കും പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്ത് പോണുണ്ട്. പക്ഷെ ഇത് കാര്യങ്ങൾ നടക്കണില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ പറ്റണില്ലല്ലോ. ഒരു തൊഴിലുറപ്പിന് പോയിട്ട് ഉച്ചക്കും കൂടി ഞങ്ങൾ നിൽക്കാണ്. അവിടെ നിന്ന് പണിയനാണ്. വെള്ളം ഉണ്ടെങ്കിൽ വന്ന് കുളിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകും. ഇത് അവിടെ നിന്ന് പണിയനാണ്. എടുത്തു വെച്ചേക്കണേ. കാരണം മക്കള് വന്നിട്ട് കൊണ്ടുപോയ സങ്കടം തന്നെയാണ്. ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എന്തു ദൂരെ വലിച്ചു കൊണ്ടുപോകണം. ഇത് പിന്നെ ഈ കൗൺസിലർ തരുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ഒക്കെ പോണു. ജനപ്രതിനിധികൾ തന്നാലാവും വിധം പാഞ്ഞു നടക്കുകയാണ് ഈ പ്രതിസന്ധിക്കിടെ. ഈ വാർഡിൽ 20,000 ലിറ്റർ വെച്ച് ഞാൻ അടിക്കുന്നുണ്ട് ഒരു ദിവസം. അതായത് 4 മണി വെളുപ്പിനെ വരെ ഞാൻ ഈ ഡിവിഷനിൽ ഉറങ്ങാതിരിപ്പുണ്ട്. തുടർച്ചയായി 2 മാസമായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് ഫോർട്ട് കൊച്ചി തുരുത്ത് നിവാസികൾ പറയുന്നത്. കുടിക്കാനോ ഭക്ഷണം പാകം സുഖബാധിതരായെന്നും പരാതിയുണ്ട്. കുടിവെള്ളത്തിനായി ഇപ്പോഴുള്ള സമരം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് സെമി പോരാട്ടം. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. ICC റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരാണ് ഓസ്ട്രേലിയ. ഇന്ത്യ 4ാം സ്ഥാനത്തും. പരസ്പരം ഏറ്റുമുട്ടിയ 30 മത്സരങ്ങളിൽ 6 മാത്രമാണ് ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ തോൽപ്പിക്കാനായത്. കേപ്പ് ടൗണിൽ 6:30 മത്സരം ആരംഭിക്കും. യൂറോപ്പ ലീഗിൽ ബാഴ്സലോണയ്ക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഇന്ന് ജീവൻ മരണ പോരാട്ടം. ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ സ്വന്തം ഗ്രൗണ്ടിൽ ബാഴ്സലോണ സമനില വഴങ്ങിയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയ എവേ ഗോളിന്റെ ആധിപത്യം മറികടക്കാനായിരിക്കും ഇന്ന് ഓൾഡ് ട്രഫോർഡിൽ ബാഴ്സലോണ ലക്ഷ്യം. പരിക്കേറ്റ പെദ്രിയും ഉസ്മാൻ ഡെംബലെയും സസ്പെൻഷൻ നേരിടുന്ന ഗാവിയും ഇല്ലാതെയാണ് സ്പാനിഷ് ടീം എത്തുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 കിക്ക് ഓഫ്.
സംവിധായകൻ RS വിമൽ നിർമ്മിക്കുന്ന ശശിയും ശകുന്തളയും എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കേരളത്തിലെ ക്യാമ്പസുകൾ സന്ദർശിക്കുന്നു. ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം. തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്നാണ് സിനിമയുടെ പ്രമോഷന് തുടക്കമിട്ടത്. സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ 1954 മോഡൽ വോക്സ് വാഗൻ മോറീസ് മൈനർ കാറിലാണ് താരങ്ങളെത്തിയത്. തിരുവനന്തപുരം ആർട്സ് കോളേജിനെ ഇളക്കിമറിച്ചായിരുന്നു താരങ്ങളുടെ വരവ്. സിനിമയിലെ പ്രധാന താരങ്ങളായ അശ്വിൻ കുമാർ, രസ്ന പവിത്രൻ, ബാലാജി, ആമി എന്നിവരെ ഹർഷാരവത്തോടെ ആർട്സ് കോളേജ് വരവേറ്റു. പിന്നാലെ പാട്ടും നൃത്തവുമായി വിദ്യാർത്ഥികളും ഒപ്പം കൂടി. കോഴിക്കോട് ജില്ലയിൽ നടന്ന യഥാർത്ഥ സംഭവമാണ് സിനിമ എടുക്കാനുള്ള പ്രചോദനമെന്ന് RS വിമൽ. ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തന കാലഘട്ടത്തിൽ എനിക്കുണ്ടായ ഞാൻ ചെയ്തൊരു സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ കഥയ്ക്ക് ആധാരമായിട്ടുള്ളത്. നവാഗതനായ ബിച്ചാൾ മുഹമ്മദാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അഭിമാനം, അതായത് സാറ ശിഷ്യനാണെന്നുള്ളതിൽ ഒരു അഭിമാനം തോന്നുന്നു. ചെറിയൊരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയിലാണ് സാർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളമുള്ള കലാലയങ്ങളിൽ താരങ്ങൾ എത്തും. എന്തായാലും കഥയും ഒരു നല്ല കഥയാണ്. ആൻഡ് നല്ല ഫീലായിരിക്കും കഥ കാണുമ്പോൾ. 70s ഓരോരോ സെറ്റ് ഉൾപ്പെടെ എല്ലാ കോസ്റ്റ്യൂംസും പിന്നെ പെർഫോമൻസസും പിന്നെ ആ കാലത്ത് ഉണ്ടായിരുന്ന ചില ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ശശിയും ശകുന്തളയിലും വരുമ്പോഴത്തേക്ക് പഴയ കാലത്തെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ പഴയ കാലം സിനിമ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു ഗെറ്റപ്പൊക്കെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഓരോ കഥാപാത്രത്തെയും നമ്മൾ സമീപിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഇതിൻ്റെ ഞാൻ എന്നും തന്നെ മൊയ്തീനിലും ഒരു പഴയ കാലഘട്ടമാണ് ഞാൻ ചെയ്തത്. ഇതും അതുപോലെ തന്നെ ഒരു സംഭവമാണ്. ഇതിനകത്ത് ഇയാളുടെ സ്വഭാവത്തിലൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഒരു ചൊറിയനാണ്, ഒരു അഹങ്കാരിയാണ്, ഒരു ഈഗോട്ടിസ്റ്റാണ്. ഇയാളുടെ ട്യൂട്ടോറിയലാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ട്യൂട്ടോറിയൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു പോട്ടിയൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. അതെ, നമ്മൾ തമ്മിലാണ് 2 ട്യൂട്ടോറിയൽ നടത്തുന്ന ആൾക്കാരാണ്. 2 ട്യൂട്ടോറിയൽ കോളേജുകൾ തമ്മിലുള്ള ശത്രുതയും കലഹവും പ്രണയവും ഇതിവൃത്തമാകുന്ന ചിത്രം മാർച്ചിൽ തിയേറ്ററുകളിലെത്തും. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. 5 മണി വാർത്ത പൂർത്തിയാകുന്നു. ഇനി സ്പെഷ്യൽ ഡിബേറ്റുമായി രഞ്ജിത്ത് രാമേന്ദ്രൻ എത്തും.